ഹലോ തകിടുമുണ്ടെങ്കിലേ ഞാൻ ഇന്ന് സ്റ്റുഡിയോയിൽ നിന്ന് കുറച്ച് പ്രോഡക്റ്റ്സ് മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ പ്രോഡക്റ്റ്സ് കാണിച്ചു തരാനാണ് ഞാൻ വന്നത്. ഫസ്റ്റ് പ്രോഡക്റ്റ് എന്ന് പറയുന്നത് സ്റ്റുഡിയോയുടെ ഈ ഒരു നെയിൽ പോളിഷ് റിമൂവറാണ്. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 49 റുപ്പീസാണ് കേട്ടോ. 13 വൈബ്സ് ആണ് ഇതിനകത്തുള്ളത്. 49 റുപ്പീസിന് ഈ ഒരു നെയിൽ പോളിഷ് റിമൂവർ ഭയങ്കര അഫോർഡബിൾ പ്രൈസ് ആണ് കേട്ടോ. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഈ ഒരു പ്രൈസിലുള്ള ഈ ഒരു പ്രോഡക്റ്റ്. സെക്കൻഡ് പ്രോഡക്റ്റ് എന്ന് പറയുന്നത് സ്റ്റുഡിയോയുടെ സൺസ്ക്രീൻ വൈബ്സ് ആണ്. ഇതിനകത്ത് വിത്ത് SPF 15 അടങ്ങിയിട്ടുണ്ട്. നിങ്ങൾ മേക്കപ്പ് യൂസ് ആക്കുന്ന ആൾക്കാർ സൺസ്ക്രീൻ ഇടുന്നത് നല്ലതാണ്. സൺസ്ക്രീൻ ഇടാൻ ബുദ്ധിമുട്ടുള്ളവർ ഈ ഒരു വൈബ്സ് യൂസ് ആക്കുന്നത് നല്ലതാണ് കേട്ടോ. ഈ വൈബ്സ് യൂസ് ആക്കിയതിന് ശേഷം മേക്കപ്പ് ഇടുന്നത് നല്ലതായിരിക്കും. തേർഡ് പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ലിപ്പ് റിമൂവർ വൈബ്സ് ആണ് കേട്ടോ. നമ്മുടെ ലിപ്പ് കളർ റിമൂവർ വൈബ്സ് ആണ് ഈ ഒരു പ്രോഡക്റ്റ്. ഇതിൻ്റെ പ്രൈസും 29 റുപ്പീസാണ് വരുന്നത്. 29 റുപ്പീസിൽ 10 ക്വാണ്ടിറ്റി വരുന്നത്. ഇതും നല്ല അഫോർഡബിൾ ആയിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. പിന്നെയുള്ള ഫോർത്ത് പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഈ ഒരു മേക്കപ്പ് ബ്ലെൻഡറാണ്. ഇതിൻ്റെ പ്രൈസ് 79 ആണ്. 79 കുറച്ച് കൂടുതലായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഞാനൊരു ബ്ലെൻഡർ മേടിച്ച് അതിൻ്റെ റേറ്റ് 30 റുപ്പീസാണ്. പിന്നെ എല്ലാവരും പറയും നല്ല ക്വാണ്ടിറ്റി കാണുമായിരിക്കും, ക്വാളിറ്റി കാണുമായിരിക്കും. ഓക്കെ ഫൈൻ. പക്ഷേ എനിക്കിത് കുറച്ച് കൂടുതലാണ്. ഇവരുടെ മറ്റ് പ്രോഡക്റ്റിനെ അപേക്ഷിച്ചിട്ട് ഈ ഒരു പ്രോഡക്റ്റ് ഒരു 50 റേഞ്ചിലോട്ട് ആക്കിയിരുന്നെങ്കിൽ അല്ലെങ്കിൽ 30 റേഞ്ചിലോട്ട് ആക്കിയിരുന്നെങ്കിൽ കൊള്ളായിരുന്നെന്ന് എനിക്ക് തോന്നി. ഇത് കുറച്ച് കൂടുതലായിട്ട് തോന്നുന്നുണ്ട്. പിന്നെ സ്റ്റുഡിയോയുടെ വെറ്റ് വൈപ്സ്. ഈ ഒരു വൈപ്സിൻ്റെ പ്രൈസും 29 ആണ്. 10 ക്വാണ്ടിറ്റിയാണ് വരുന്നത്. ഈ ഇത്രയും പ്രോഡക്ട്സും സ്റ്റുഡിയോയുടെ മിക്ക പ്രോഡക്ട്സും അവർ എല്ലാവർക്കും വാങ്ങാൻ പറ്റുന്ന രീതിയിൽ അഫോർഡബിൾ പ്രൈസിനാണ് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പ്രോഡക്ട്സ് ഒക്കെ മേടിക്കാം. മറ്റ് കമ്പനി പ്രോഡക്ട്സിനെ അപേക്ഷിച്ച് എനിക്ക് തോന്നുന്നു നമുക്ക് സാധാരണക്കാർക്ക് മേടിക്കാൻ ക്യാഷ് ഇല്ലെങ്കിൽ ഈ സ്റ്റുഡിയോയുടെ പ്രോഡക്ട്സ് ഭയങ്കര അഫോർഡബിൾ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. ബൈ.